ഒരു മിനിറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റുമുട്ടൽ വേണ്ടെന്നും ഗവർണർ പ്രസംഗിച്ചതിനെ അനുകൂലമായി കണ്ടാൽ മതിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ചട്ടപ്രകാരം നയപ്രഖ്യാപനം ആദ്യവും അവസാനവും വായിച്ചാൽ മതി. ഗവർണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതെന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് കൈമാറിയപ്പോൾ പോലും ഗവർണർ വിശദീകരണം തേടിയിരുന്നില്ല. ഒരു ഘട്ടത്തിൽ പോലും സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷം വിവാദം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് നിന്നുകൊടുക്കേണ്ടതില്ലെന്നും പാർട്ടി യോഗത്തിൽ തീരുമാനമായി. നിയമസഭയുടെ ചരിത്രത്തിലെ അസാധാരണ സംഭവത്തെ അതേ ഗൗരവത്തിലാണ് പ്രതിപക്ഷം കാണുന്നത്. ചില കാര്യങ്ങളിൽ ഗവർണറോട് മുൻപ് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ അങ്ങനെ കാണുന്നില്ല. ഗവർണർ നിയമസഭയെ അവഹേളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചിരുന്നു. ഗവർണർ സഭയെ കൊഞ്ഞനം കുത്തി കാണിച്ചെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 10ാം നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റ് കൊണ്ടാണ് ഗവർണർ അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ AN ഷംസീറും മന്ത്രി K രാധാകൃഷ്ണനും ചേർന്നാണ് ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ബൊക്കെ നൽകിയെങ്കിലും മുഖത്തുപോലും ഗവർണർ നോക്കിയില്ല. സൗഹൃദഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാനത്തെ പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് യാത്രയാക്കുകയായിരുന്നു.